ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മക്കളായ ദൈവത്തിൻ്റെ മക്കളായ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രാർത്ഥന വിഷയമായിട്ടാണ്. എൻ്റെ ദൈവമക്കളായ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് അത്യധികമായിട്ട് ചേർന്ന് നിന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവനാമത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. മദ്യപിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പൈശാചിക പീഡകൾ, എന്നേക്കുമായിട്ട് പാപത്തിൻ്റെ അടിമത്തം ഒക്കെ വിട്ടു പോകാനായിട്ട് ഒരു 7 ദിവസം രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ 7 നിയോഗങ്ങളും കൂടി സമർപ്പിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ തന്നെ ഏറ്റവും അധികമായിട്ട് മദ്യപാനം മാറാനായിട്ട് ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി സമർപ്പിച്ചിട്ട് കുടുംബം വിശദീകരിക്കപ്പെടാനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് 7 ദിവസം ഒന്ന് ഈ ഒരു രക്തക്കണ്ണ ജപമാലയുടെ പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് ഒരാവശ്യം ഉന്നയിക്കുകയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളും ധ്യാനിക്കണം. അമ്മ അനുഭവിച്ച വേദനകൾ രക്തക്കണ്ണ ജപമാലയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. സാത്താൻ ഏറ്റവും ഭയക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രക്തക്കണ്ണ ജപമാല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷെ ചില ആളുകൾക്കൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് ദൈവത്തിലെ വിശുദ്ധിയിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളത് പൂർത്തിയാക്കും. അപ്പോൾ നമ്മളൊരു ഫൈറ്റ് ചെയ്ത് നമ്മൾ സാത്താനുമായിട്ട് ഒരു ഫൈറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അവനെ തോൽപ്പിച്ച് നമുക്ക് ദൈവത്തിനരികിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്കറിയാം, അതിനൊരു പ്രത്യേക ഒരു ശക്തിയുണ്ട്. ഞാനിത് ആവശ്യപ്പെടുന്നത് ഒരുപാട് കുടുംബങ്ങളിൽ ഈ മദ്യപാനം കൊണ്ട് ഒത്തിരി ഉപദ്രവങ്ങളും അതുപോലെ തന്നെ കുടുംബം തകരുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഒരു കാര്യം കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളിത് രക്തക്കണ്ണ ജപമാല മുടങ്ങാതെ 7 ദിവസം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങൾ 7 വ്യാകുലങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഇതോടൊപ്പം തന്നെ ചേർക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ രക്തക്കണ്ണ ജപമാലയോട് കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം.